അമേരിക്ക അടിക്കുമെന്നുള്ളത് പ്രതീക്ഷിതമായിരുന്നെങ്കിലും ഇത്രയും വേഗത്തിൽ ഇത്തരമൊരാക്രമണം ഉണ്ടാകുമെന്ന് ലോകം പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, ഇതുപോലൊരു തിരിച്ചടി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അമേരിക്കയും പ്രതീക്ഷിച്ചില്ല. കാരണം മാസങ്ങൾ കൊണ്ടുള്ള ഒരു ആസൂത്രിതമായ ശ്രമമായതിനാൽ കൃത്യമായി സ്ഥലങ്ങളൊക്കെയും സ്പോട്ട് ചെയ്താണ് ഈ കാര്യത്തിൽ അമേരിക്ക ആക്രമണവുമായി മുന്നിട്ടിറങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പരാജയപ്പെട്ട ആക്രമണത്തിന് ശേഷം അന്നു മുതൽ തുടങ്ങിയ ആസൂത്രണമാണ് കൃത്യമായി അണുവായുധ കേന്ദ്രങ്ങളടക്കം, അതോടൊപ്പം തന്നെ കാംനെയി എന്ന ഇറാൻ്റെ ഭരണാധികാരിയെ അടക്കം മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക്, അതിലൂടെ ഒരു പാവ സർക്കാരിനെ ഇറാനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അമേരിക്കയിലെയും ഇസ്രയേലിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ആഗ്രഹവും. അതിനുവേണ്ടിയിട്ടാണ് അവർ ഈ യുദ്ധസന്നാഹങ്ങളൊക്കെയും ഒരുക്കിയത്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ്റെ ചെറുത്തുനിൽപ്പ് കൂടി അവസാനിപ്പിച്ചാൽ പിന്നീട് എല്ലാം തങ്ങളുടെ വരുതിയിൽ വളരെ ഭദ്രമാണ് എന്ന ബോധമാണ് അമേരിക്കയെ ഈ അടിയന്തരമായ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത്. മുസദിലൂടെ ഇറാനിനകത്ത് തന്നെ ഒരുപാട് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും കലാപങ്ങളും, അതുകൂടാതെ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഉപരോധവും ഒക്കെ ഇറാൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അതിനെ അതിജീവിക്കുമ്പോഴാണ് അത് തങ്ങളുടെ ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഇത്തരമൊരു സന്ദർഭത്തിലേക്ക്, ഇത്തരമൊരു ആക്രമണത്തിന് യഥാർത്ഥത്തിൽ തയ്യാറായത്. ഇവിടെ ലോകത്ത് എതിർചേരിയിൽ പ്രതീക്ഷിക്കുന്ന രാജ്യങ്ങൾ റഷ്യയും ചൈനയുമാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം കേവലം പ്രസ്താവനകൾക്കപ്പുറത്ത് ഈ യുദ്ധത്തിൽ പങ്കാളികളാകുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്ന കാര്യം. കാരണം ഇവിടെ ഇറാൻ്റെ ആ മേഖല കൂടി അമേരിക്ക കീഴ്പ്പെടുത്തിയാൽ പിന്നീട് മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ റഷ്യയ്ക്കും ചൈനയ്ക്കുമൊക്കെ വലിയ ഭീഷണിയായി മാറും എന്നുള്ളത് അവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഈ സന്ദർഭത്തിൽ ഒരു യുദ്ധത്തിൽ പങ്കാളിയാകുമോ, അതല്ല ഈ വിഷയം അവസാനിപ്പിക്കാൻ വേണ്ടി ഇടപെടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന പേരിൽ ഏത് രാജ്യത്തെയും ആക്രമിക്കുക എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു രീതിയായി മാറിയിരിക്കുന്നു എന്നതാണ് സ്ഥിതി. ഏത് രാജ്യങ്ങളായാലും തങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കലാണ് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെടുന്നത്. ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഇറാനെ അടിക്കുമ്പോൾ സാധാരണ ഫലസ്തീനെ ആക്രമിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ലെബനോണിനെ ആക്രമിക്കുന്നത് പോലെയോ ഈജിപ്തിനെ കീഴ്പ്പെടുത്തിയതുപോലെയോ അത്ര എളുപ്പത്തിലും വേഗത്തിലും കീഴടങ്ങാനോ കീഴ്പ്പെടുത്താനോ ഇറാഖിനെ സാധിക്കില്ല എന്നുള്ളതും, അതോടൊപ്പം അങ്ങനെ കീഴടങ്ങിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് അമേരിക്കയുടെ ഒരു കോളനിയായി മാറിയാൽ അതെല്ലാ കാലത്തും ചൈനയ്ക്കും റഷ്യയ്ക്കും ഒരു വലിയ ഭീഷണിയായിരിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ഈ വിഷയത്തിൽ അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. റഷ്യയുടെ ആദ്യ പ്രതികരണം ഇതൊരു വലിയ ചതിയാണെന്നും ചർച്ചകൾക്കിടയിൽ ഇത്തരമൊരാക്രമണത്തിന് മുതിർന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ലെന്നുമാണ് ആദ്യ പ്രതികരണത്തിലൂടെ പുറത്തു വന്നത്.